ഇയർഫോണുകളുടെ അമിതമായ ഉപയോഗം നമ്മുടെ കേൾവിയെ സാരമായി ബാധിക്കാറുണ്ട്. ഒരു ദിവസം മാക്സിമം 2 മണിക്കൂറിൽ കൂടുതൽ ഇയർഫോണുകൾ ഉപയോഗിക്കരുത് എന്നാണ്. അതുപോലെ തന്നെ അവ ഉപയോഗിക്കുമ്പോൾ ഒരു 50% വോളിയം അതിൽ കൂടാതെ ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെവിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന, അതായത് റബ്ബറിൻ്റെ ടിപ്പുള്ള ഇയർഫോണുകൾ ഉപയോഗിക്കാതെ ചെവിയുടെ പുറമേ ഇരിക്കുന്ന ഇയർഫോണുകൾ അഥവാ ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് പറയപ്പെടുന്നത്. കേൾവിക്കുറവ് നമ്മൾക്കുണ്ടെന്ന് തോന്നുകയോ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുമുള്ള ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ടെസ്റ്റുകൾ നടത്തി അവയ്ക്ക് കൃത്യമായ ചികിത്സ തേടേണ്ടത് ആവശ്യമാണ്. ആ ചികിത്സ എന്ന് പറയുന്നത് ചിലപ്പോൾ മരുന്നുകളുടെ രൂപത്തിലാകാം, ചിലപ്പോൾ ഹിയറിംഗ് എയ്ഡുകൾ അഥവാ ശ്രവണസഹായി മെഷീനുകളുടെ രൂപത്തിലാകാം. അങ്ങനെ ശ്രവണസഹായി മെഷീൻ ഒരാൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് കൃത്യമായി ടെസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ്. കേൾവി നമ്മളെപ്പോഴും അവഗണിച്ച് കളയുന്ന ഒരു സാധനമാണ്. കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ ഐസൊലേഷൻ, അതായത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ സ്നേഹം നമുക്ക് കിട്ടുകയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് നിരാശ, ഉത്കണ്ഠ മുതലായ മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ കേൾവിക്കുറവ് ഓർമ്മക്കുറവിലേക്കും നയിക്കുന്നു എന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കേൾക്കുന്നത് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും കേൾവി വളരെ പ്രധാനപ്പെട്ടതാണ്.